ഉത്കണ്ഠ ഇല്ലാത്ത മനുഷ്യന്മാരാരാ? ഉണ്ടാവില്ല. ഈ ഉത്കണ്ഠയെ സംസ്കൃതത്തിൽ ചിന്ത എന്നാണ് പറയാറ്. ചിന്ത. വളരെ വിഖ്യാതമായൊരു ശ്ലോകമുണ്ട്. ശ്ലോകം ഇങ്ങനെയാണ്: ചിന്താ നാമ മനുഷ്യസ്യ കാചിത് അന്തർഗതാചിത. ചിന്ത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചിതയാ. മനുഷ്യന്റെ ഈ ഉത്കണ്ഠ എന്നുള്ളത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചിതയാണ്. എന്നിട്ട് തുടർന്ന് പറയണം, ചിതാദഹരി നിർജീവം ചിന്താദഹതി ജീവനം. ചിത ഉണ്ടല്ലോ, ചിത, നമ്മളൊക്കെ പരിചയം കൊണ്ടുവെക്കുന്ന ചിത. ആ ചിത ആരെയാ കത്തിക്കുക? ജീവൻ ഇല്ലാത്തതിനെ ചിത ദഹിപ്പിക്കുള്ളൂ. എന്നാൽ ഉത്കണ്ഠയാകുന്ന ചിന്ത ജീവനുള്ളതിനെയും ദഹിപ്പിക്കും. അപ്പോ ഉത്കണ്ഠ ഒരു വ്യക്തിയെ ജീവനോടുകൂടി തന്നെ ഇല്ലാണ്ടാക്കും. ചിതയോ, ചിത ജീവനോ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഇല്ലാണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ചിന്തയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്ന് പറയുന്ന ഒരു പ്രമാണമാണ്. അതിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ചിന്തായാസ്തു ചിതായാസ്തു ബിന്ദു മാത്രം വിശേഷതഃ ചിതാദഹരി നിർജീവം ചിന്താദഹരി ജീവിതം. ചിന്തയും ചിതയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ബിന്ദു മാത്രം വിശേഷതഃ. ഒരൊറ്റ ബിന്ദു, ഒരു കുത്ത്, അതിന്റെ മാറ്റേ ഉള്ളൂ. ചിത, ചിന്ത, ഇത്രയേ ഉള്ളൂ. അപ്പോ ഒരു ചെറിയൊരു ബിന്ദുവിൽ മാറ്റം വന്നപ്പോ ചിത എന്തായി മാറി? ചിന്തയായി മാറുന്നു. അപ്പോ ചിന്ത, ഉത്കണ്ഠ ജീവനോടുകൂടി ദഹിപ്പിക്കും, ചിത ജീവനില്ലാത്തതിനെ ദഹിപ്പിക്കുള്ളൂ. അതുകൊണ്ട് ചിന്തയാണ് അഥവാ ഉത്കണ്ഠയാണ് അപകടകാരി എന്ന് ആചാര്യൻ പറയുന്നു.